Hi everyone, Jaify's kitchenലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് സ്റ്റൈൽ റെസിപ്പിയാണ് ട്ടോ. അതേ ടേസ്റ്റിൽ തന്നെ വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലോട്ട് പോകാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. പനീർ ഗ്രേവിയിൽ ഇടുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ചൂടാക്കുക. ഇതിലേക്ക് 3 ഏലക്ക, 6 ഗ്രാമ്പു, 4 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് എന്നിവ ചേർത്ത് 2 സെക്കൻഡ് വഴറ്റുക. ഇതിലേക്ക് 3 ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് 3 സെക്കൻഡ് വഴറ്റുക. ഇതിലേക്ക് 5 തക്കാളി അരിഞ്ഞത് ചേർക്കുക. 20 കാഷ്യൂ, ഗ്രാമിൽ പറയുകയാണെങ്കിൽ 25 ഗ്രാം കാഷ്യൂ കൂടി ചേർത്ത് ഇളക്കി 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. തക്കാളി എല്ലാം നന്നായി കുക്കായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കുക. ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. ഇത് ഒരു അരിപ്പ ഉപയോഗിച്ച് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ അരിച്ചെടുക്കുക. ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ബട്ടർ എന്നിവ ചൂടാക്കുക. ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് ചൂടാക്കുക. 1 സവോള, 2 പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക. എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തിളക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കസ്തൂരി മെത്തി, 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് 3 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഗ്രേവി നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് യോജിപ്പിക്കുക. പനീർ ചേർത്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. ഒരു ടേബിൾ സ്പൂൺ ക്രീമും അല്പം മല്ലിയിലയും ഇട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാലയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.